അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് 24-ാം യൂണിറ്റ് ആയിട്ടുള്ള ഡ്രാമയിലെ ഒരു ഭാഗമാണ്. അൽ അദബുൽ അറബി വൽ മസ്റഹിയ്യ, അറബിക് സാഹിത്യവും ഡ്രാമയുമാണ്. ഇത് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ള ഭാഗമാണ്. അതേ എക്സാമുകൾക്കും ഈ ഭാഗത്ത് നിന്ന് എസ്സേ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്, അറേബ്യൻ സാഹിത്യത്തിൽ ഈ ഡ്രാമ യൂറോപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്ര വലിയ രീതിയിലൊന്നും പോപ്പുലർ ആയിരുന്നില്ല. പക്ഷേ മധ്യകാലങ്ങളിലൊക്കെ അറബിയിൽ ഒരുപാട് റിവായാത്തുകളും അതുപോലെ തന്നെ നമുക്കറിയാം അറേബ്യൻ നൈറ്റ്സുകളും അതേപോലെ തന്നെ 1001 രാവുകൾ, അത്തരത്തിലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ, നോവലുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇത്തരത്തിൽ ഒരു ഡ്രാമയാക്കാൻ പറ്റിയ നോവലായിരുന്നെങ്കിലും ഈ യൂറോപ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള രീതിയിൽ അത് ഡ്രാമകളായിട്ട് മാറിയിട്ടില്ല. ചുരുക്കത്തിൽ അറേബ്യയിൽ അത്തരത്തിലുള്ള നാടകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളായിട്ട് പറയുന്നത്, ഒന്ന്, ഈ അറേബ്യയിൽ ഉണ്ടായിരുന്നത് ഒരു ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അവരുടെ ഒരു പ്രകൃതി, ആ പ്രകൃതി അതിനൊരു കാരണമാണ്. രണ്ടാമതായിട്ടുള്ളത്, ഈ മുസ്ലിമീങ്ങൾ കൂടുതലായിട്ടും ഫുതൂഹാത്തുകൾ കൊണ്ട്, കീഴടക്കലുകളും യുദ്ധങ്ങളൊക്കെ കൊണ്ട് വ്യാപൃതരായിരുന്നു. അവരെന്താണ്, മറ്റുള്ള തിരക്കുകളിലായിരുന്നു. അതുകൊണ്ട് ഈ സാഹിത്യമോ ഡ്രാമയോ അവർക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. മൂന്നാമതായിട്ടുള്ള കാരണം പറയുന്നത്, അബ്ബാസിയ കാലത്തൊക്കെ ഒരു ഡ്രാമ തുടങ്ങാൻ അതിനൊരു മോഡലായിട്ട് ഒരു മാതൃകയായിട്ട് എടുക്കാൻ ആ കാലത്ത് അത്തരത്തിലുള്ള ഡ്രാമകളൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ള കൂടുതൽ ബന്ധങ്ങളും കാര്യങ്ങളൊന്നും അന്ന് ഇല്ലാത്തത് കൊണ്ട്, കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് അറേബ്യയിൽ ഡ്രാമ ഉണ്ടാവാത്തത്. ഈ 3 കാരണങ്ങളാണ് അതിൽ പറയുന്നത്. എങ്കിലും അന്ന് കാലത്ത് നമ്മൾ പറഞ്ഞതുപോലെ നോവലുകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അത് അറിയപ്പെട്ടിരുന്നത് മക്കാമാത്ത് എന്നുള്ള പേരിലായിരുന്നു. മക്കാമാത്തുകൾ വളരെയധികം പോപ്പുലർ ആയിരുന്നു. മക്കാമാത്ത് എന്ന് പറയുന്നത് ഒരു ഡ്രാമ പോലെ തന്നെ ഒരു കഥ രൂപത്തിലാണ് ഉണ്ടാവുക. ആ കഥയിൽ ഒരുപാട് കോമഡി ആയിട്ടുള്ള സംഭവങ്ങളും അതേപോലെ തന്നെ നായകന്മാരൊക്കെ ഉണ്ടാവും. അത് ഒരു നടനുണ്ടാകും. ആ നടനെ കുറിച്ച് എന്ത് ചെയ്യുക, മറ്റൊരാളിങ്ങനെ കഥ പറയുന്നത് പോലെ ആയിരിക്കും. നമ്മുടെ ഷേക്സ്പിയറൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഷെർലക് ഹോംസിന്റെ കഥ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ കഥയിൽ ഷെർലക് ഹോംസിന്റെ കൂടെയുള്ള ഡോക്ടർ വാട്സൺ ആണ് കഥ പറയുന്നത്. ആ രീതിയിൽ ഡോക്ടർ വാട്സൺ ഷെർലക് ഹോംസിന്റെ കഥ പറയാണ്. ആ രീതിയിലായിരിക്കും ഈ മക്കാമാത്തുകളൊക്കെ ഉണ്ടാവുക. അതിൽ ഒരുപാട് സംഭാഷണങ്ങളും കോൺഫ്ലിക്റ്റുകളും ഒരുപാട് കണ്ടുപിടുത്തങ്ങളും സർപ്രൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള വലിയൊരു കഥയായിരുന്നു മക്കാമാത്തുകൾ. അന്ന് കാലത്ത് ഈ മക്കാമാത്തുകളെ ഡ്രാമയായിട്ട് പ്രദർശിപ്പിച്ചിരുന്നെങ്കിൽ അത് ഇന്ന് അറബി സാഹിത്യത്തിൽ വലിയ ഡ്രാമകളായിട്ട് ആ മക്കാമാത്തുകൾ മാറുമായിരുന്നു. പക്ഷെ അന്ന് കാലത്ത് മക്കാമാത്തുകളെ ഡ്രാമയായിട്ട് പ്രദർശിപ്പിച്ചിട്ടില്ലായിരുന്നു. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, ഈ അറേബ്യയിൽ പൂർണ്ണമായിട്ട് നാടകങ്ങൾ ഇല്ല എന്ന് പറയാനാവില്ല. കാരണം ഇങ്ങനെ പല കാര്യങ്ങളും കേൾക്കാറുണ്ട്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അതാണ്, ഖലീഫ മഹദിയുടെ കാലത്ത് ഒരു സൂഫി ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ബഗ്ദാദ് പട്ടണത്തിലേക്ക് പോകും. അങ്ങനെ പട്ടണത്തിൽ പോയി അയാൾ ഒരു ഉയർന്ന പ്രദേശത്തിൽ കയറി നിൽക്കുകയും അവിടെ വെച്ച് അയാൾ ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടും. അയാളുടെ ജനങ്ങളെല്ലാം ചുറ്റും ഇങ്ങനെ നിൽക്കും കാണികളായിട്ട്. എന്നിട്ട് ഇതിൻ്റെ നടുവിൽ ഒരു ഉയർന്ന സ്ഥലത്തായിട്ട് ഇയാൾ കയറി നിന്നുകൊണ്ട് ഈ ജനങ്ങളുടെ മുമ്പിൽ വെച്ചാണ് അയാൾ പറയാൻ തുടങ്ങും, എന്താണ് നമ്മുടെ അമ്പിയാക്കളും ഔലിയാക്കളും ഒക്കെ ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ മുർസലീങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അവരൊക്കെ സ്വർഗത്തിലെ വലിയ വലിയ സ്ഥാനങ്ങളിലല്ലേ. അന്നേരം അദ്ദേഹത്തിന് ചുറ്റും കൂടിയിട്ടുള്ള ആളുകൾ പറയും, അതേ, അവർ വലിയ സ്ഥാനത്താണെന്ന് പറയും. അപ്പോൾ ഈ സൂഫി ആയിട്ടുള്ള മനുഷ്യൻ ഈ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിക്കും. അഥവാ ഒരാളെ വിളിക്കും. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിക്കും. ആ സമയത്ത് ഒരാൾ എന്ത് ചെയ്യും, കയറി വരും. അഥവാ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രാമയുടെ മോഡൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒരു ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരാൾ കയറി വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സൂഫി ആയിട്ടുള്ള മനുഷ്യന്റെ അടുക്കൽ ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ ഇരിക്കും. എന്നിട്ട് ഈ സൂഫി ആയിട്ടുള്ള മനുഷ്യനും ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും തമ്മിൽ ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം നടക്കുകയാണ്. ഈ സൂഫി ആയിട്ടുള്ള മനുഷ്യന് പറയും, നിങ്ങൾക്ക് ജസാക്കല്ലാഹു ഖൈറ, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജനങ്ങളുടെ നല്ല നീതിയോടുകൂടെ ഭരിച്ചിട്ടുണ്ട്. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം മുസ്ലിമീങ്ങൾക്ക് നല്ലൊരു ഖലീഫയായിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ അയാൾ ഇങ്ങനെ എടുത്തു പറയും. എന്നിട്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയും. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും, പറയും. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീച്ചു പോകും. അതിനുശേഷം ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹു വിളിക്കും. അപ്പോൾ വേറൊരാൾ എന്ത് ചെയ്യും, ഉമർ റളിയല്ലാഹു അൻഹു ആയിട്ട് കയറി വരും. എന്നിട്ട് അതേപോലെ തന്നെ ഈ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ എടുത്തു പറയും. അത്തരത്തിൽ സ്വഹാബത്തിന്റെ ഇടയിൽ നിന്നും അതേപോലെ തന്നെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഖലീഫമാരിൽ നിന്നും അത്തരത്തിലുള്ള ആളുകൾ, ആ ഖലീഫമാരൊക്കെ എന്ത് ചെയ്യും, ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഇദ്ദേഹം നേരത്തെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ആൾക്കാരെന്ത് ചെയ്യും, ഇത്തരത്തിൽ വേഷം കെട്ടിച്ചാണ്ട് വിളിക്കും. എന്നിട്ട് ഈ ജനങ്ങളുടെ മുമ്പിൽ ഇതിങ്ങനെ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. അത്തരത്തിലുള്ള ഡ്രാമ അറേബ്യയിൽ ഉണ്ടായിരുന്നു. അന്ന് കാലത്ത് ചർച്ചകളൊക്കെ നടത്തിയിരുന്ന ഡ്രാമകൾക്ക് തുല്യമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കാണാൻ കഴിയും.
അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഈ അയ്യൂബികളുടെയും അതുപോലെ തന്നെ മമാലിക്കുകളുടെ ഒക്കെ കാലത്ത് അന്ന് കാലത്ത് അവിടെ റിവായാത്തു ഹിയാലു ലില്ല് അഥവാ ഷാഡോ പ്ലേകൾ നമ്മൾ കാണാറുണ്ട്. ഈ ഒരു മറ വിരിച്ച് അതിൻ്റെ പിന്നിൽ എന്താണ് ഒരു ലൈറ്റ് വെച്ച് അവിടെ എന്താണ് നിഴല് കൊണ്ട് കളിക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഷാഡോ പ്ലേകൾ എന്താണ് അറേബ്യയിൽ അയ്യൂബികളുടെയും മംലൂക്കുകളുടെ കാലത്ത് ഉണ്ടായിരുന്നു. ചില ആളുകൾക്കൊക്കെ എന്താണ് അത് കൂടുതൽ താല്പര്യവുമായിരുന്നു. അന്ന് കാലത്തുള്ള ചില കവിതകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അത്തരത്തിലുള്ള ഷാഡോ പ്ലേകളിൽ സ്ത്രീകൾ വരെ പങ്കെടുക്കാറുണ്ടായിരുന്നു, സ്ത്രീകൾ വരെ കാണാനൊക്കെ പോവാറുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഈ സ്ത്രീകളൊക്കെ അങ്ങനെ കൂടുതൽ പുറത്തിറങ്ങിയാണ്ട് ഈ ഡ്രാമകളൊക്കെ കാണാൻ പോകുന്ന സമയത്ത് അത് നാട്ടിൽ കൂടുതൽ അരാജകത്വവും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാൻ തുടങ്ങിയപ്പോൾ ഭരണകൂടം ഇതിനെ വിലക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഡോക്ടർ മുസ്തഫ ബദവി അദ്ദേഹം ഈ ഹിയാലുദ്ദീലിനെ വളരെ വിശദീകരിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഷംസുദ്ദീൻ മുഹമ്മദ് ബിൻ ദാനിയാൽ ആണ്, അഥവാ ഏകദേശം 1248 മുതൽ 1311 വരെ ജീവിച്ച അയാളാണ് ഈ ഹിയാലുദ്ദീലിൻ്റെ നേതാവായിട്ട് റായിദായിട്ട് അറിയപ്പെടുന്നത്. ഈ അത്തരത്തിലുള്ള ചില ഹിയാലുദ്ദീലുകൾ നമുക്കെന്താണ് ഇന്ന് ലഭ്യമാണ്. അത് വായിച്ചാൽ തന്നെ അന്ന് കാലത്ത് അതിലുണ്ടായിരുന്ന സാഹിത്യപരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ആദ്യ മസ്രഹിയായിട്ട് ആദ്യ നാടകമായിട്ട് ഹിയാലുദ്ദീലിലെ ആദ്യ നാടകമായിട്ട് അറിയപ്പെടുന്നത് ലില്ലു റൂഹ് എന്ന് പറയുന്നുള്ള നാടകമാണ്. അതുപോലെ തന്നെ ഈ ഇബ്നു ദന്യാലിന് മറ്റ് 2 ഡ്രാമകൾ കൂടിയുണ്ട്. ഒന്ന് അൽ അജീബ് വൽ ആരിയും, 2 അൽ മുത്തയമ്മം. ഈ 2 ഡ്രാമകൾ കൂടെ അദ്ദേഹത്തിനുണ്ട്. ഈ ഡ്രാമകളൊക്കെ വളരെയധികം എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന എൻജോയ് ചെയ്യിപ്പിക്കുന്ന ഡ്രാമകളായിരുന്നു. പക്ഷേ ഒരു സാഹിത്യപരമായിട്ടുള്ള വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ ഒരുപാട് ന്യൂനതകൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് കാലത്ത് ആദ്യകാലത്തുള്ള ഡ്രാമകളാണെന്ന് പരിഗണിച്ച് നോക്കുമ്പോൾ ഇത് വളരെയധികം പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രാമകളാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദ്യമായിട്ടുള്ള ഡ്രാമയുടെ പേര് ഓർത്തു വെക്കണം, ലില്ലു റൂഹ് എന്നായിരുന്നു. ആദ്യമായിട്ട് അത് എഴുതിയിട്ടുള്ളത് ഷംസുദ്ദീൻ മുഹമ്മദ് ദനിയാലാണ്. പിന്നീട് ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത് നമുക്കിതിൽ നിന്ന് ടോട്ടലായിട്ട് വ്യക്തമാകുന്നത് ആദ്യകാലങ്ങളിലൊന്നും പ്രത്യേകിച്ച് അറേബ്യൻ നാടുകളിലൊന്നും ഡ്രാമകളൊന്നും ഉണ്ടായിരുന്നില്ല. യൂറോപ്പിലുണ്ടായിരുന്ന അതേപോലെ തന്നെ ഗ്രീക്കിലും ഫ്രഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന ആ രീതിയിലുള്ള ഇംഗ്ലീഷിലുണ്ടായിരുന്ന ഡ്രാമകളൊന്നും അറബിയിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് പ്രത്യേകിച്ച് മിസറിലൊക്കെയാണ് കുറച്ചൊക്കെ ഡ്രാമകളൊക്കെ കണ്ടു തുടങ്ങുന്നത്. ഏകദേശം 17-ാം നൂറ്റാണ്ട് വരെ പ്രത്യേകിച്ചിട്ടുള്ള നല്ല നല്ല ഡ്രാമകളൊന്നും അറബി സാഹിത്യത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് അതിനുശേഷമാണ് അറബികൾ യൂറോപ്യന്മാരുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും അവരുടെ ഇൽമുകളും അവരുടെ സാഹിത്യങ്ങളൊക്കെ പഠിക്കുകയും അതിനെ കൂടുതൽ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് അറബിയിൽ അറബി സാഹിത്യത്തിൽ കൂടുതൽ ഡ്രാമകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് ടോട്ടലായിട്ട് മനസ്സിലായിട്ടുള്ളത്. ഏതായാലും നല്ലപോലെ ഈ ഭാഗം നോക്കേണ്ടതുണ്ട്. ഡ്രാമയിൽ നിന്ന് മസ്റ്റായിട്ടും ചോദ്യം വരാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.